അതിനെയും നീക്കിക്കൊടുത്തിരുന്ന ആളാണ് മഹാനായ ശൈഖുനാ ആത്തിബത്ത് ഉസ്താദ്. അവർക്ക് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ബാഹ്യമായിട്ടുള്ള ഗതാഗത കുരുക്കും ഉസ്താദ് വളരെ കഷ്ടപ്പെട്ട് നീക്കി കൊടുത്തിരുന്നു. യാത്രക്കിടയിൽ പോലും ഒരിക്കലൊരു യാത്രക്കിടയിൽ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി കൂടിയൊരു പള്ളി നിസ്കാരാനന്തരം മയ്യിത്തിനെ ചുമന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ പോകുമ്പോ ഒരാള് പറഞ്ഞു, ഇയാൾക്ക് കുടുംബം ആരുമില്ല. ഇത് ഉസ്താദ് കേൾക്കാണ്. ഉടനെ ഉസ്താദിന്റെ തോളിലുള്ള തോർത്തും കൊണ്ട് തുണിക്ക് അരക്കായിട്ട് കെട്ടി. പിന്നെ ആ മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുന്നതും സംസ്കരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഉസ്താദാണ്. ഈ മയ്യിത്ത് ഉസ്താദ് തമ്മിൽ ഒരു രക്തബന്ധമില്ല, മുലവടി ബന്ധമില്ല, വിവാഹബന്ധമില്ല. പിന്നെന്താണ് ഈ സാഹസികമായ യത്നം? ഈ മയ്യിത്തിന് കുടുംബക്കാരാരില്ല എന്ന് കേട്ടാണ്. അപ്പൊ ഉസ്താദ് ഒരു കുടുംബക്കാരനായിട്ട് നിൽക്കാനായിട്ട് എല്ലാം കഴിഞ്ഞ് അവിടെ പങ്കെടുത്ത പല ആളുകൾക്കും ചായയും കടിയും വാങ്ങിക്കൊടുത്തിട്ടാണ് ഉസ്താദ് അവിടുന്ന് പോയത്. ഇതാണ് യഥാർത്ഥ ശൈഖ്. ഖാലിഖിന്റെ മുമ്പിലും ഖൽഖിന്റെ മുമ്പിലും കടപ്പാട് തീർക്കുന്നവൻ. പലരും ഖാലിഖിനോടുള്ള കടപ്പാടിൽ ഖൽവത്തിൽ ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ചിലർ ഖാലിഖിനെ മറന്നുകൊണ്ട് ഖൽഖിന്റെ കൂടെ ഫിഖ് മാത്രം മനസ്സിലാക്കി ഇബാറത്തും ചുമന്ന് നടന്നപ്പോൾ ചില ആളുകൾ മുഅ്മിനീങ്ങളിൽ ചില ആൺകുട്ടികളുണ്ട്, അവര് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നവരാ. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. മുതാലിമീങ്ങൾ ക്ഷമിക്കണം, സുമ്മസ്തഖാമു എന്ന് പറഞ്ഞ സുമ്മ കുറച്ച് ലൈറ്റ് ആയിട്ട് വരണം, അപ്പൊ ലോകം മാറണമെന്ന സൂഫിയാക്കളെ തഫ്സീറിലുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞപ്പോൾ ബല എന്ന് പറഞ്ഞ ആളുകൾ അതിനാണ് റബ്ബുനല്ലാഹ്. അല്ല അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞ് നടക്കണവരെന്നല്ല. അതിനൊരു തഫ്സീർ അങ്ങനെ ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവിടെ വെച്ചുകൊണ്ട് അത് ഞാൻ ഉദ്ധരിക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് അലസ്തു ബിറബ്ബിക്കും എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ബല എന്ന രണ്ടക്ഷരത്തിൽ റബ്ബുനല്ലാഹ് എന്ന് പ്രതികരിച്ചവരില്ലേ. സുമ്മ പിന്നെ ഏതാണ് പിന്നെ ദുനിയാവിലേക്ക് വന്നതിന് ശേഷം ഇസ്തഖാമൂ ബല എന്നതിനോട് കൂറുപുലർത്തിയിട്ട് ഇസ്തിഖാമത്തിനായി ഉറച്ചു